മറ്റു വാർത്തയിലേക്ക്. പത്തനംതിട്ട കോന്നിയിൽ പാടശേഖരത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. പത്തനാപുരം സ്വദേശിനി അജമനിസയാണ് കോന്നി പൂവൻപാറയിലെ പാടശേഖരത്തിൽ ഇന്നലെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശശിനാരായണൻ ശശി, ദുരൂഹതയുള്ള ഒരു സംഭവമാണ്. എന്താണ് മനസ്സിലാക്കേണ്ടത്? എന്തെങ്കിലും വിവരങ്ങൾ ഈ മരണവുമായി ബന്ധപ്പെട്ട് മരണകാരണമോ മറ്റോ പോലീസ് കണ്ടെത്തിയിട്ടുണ്ടോ? രഞ്ജിത്ത്, ഇന്നലെ രാവിലെ 8 മണിയോട് കൂടിയാണ് അജുമിനിസ വീടിന് തൊട്ടടുത്തുള്ള പൂവമ്പാറ ചേരിമുക്കിലുള്ള വീടിന് സമീപമുള്ള പാടശേഖരത്ത് പശുവിനെ മേയ്ക്കാനായിട്ട് പോയത്. പിന്നീട് ഉച്ചയോടുകൂടി ആ സമയത്ത് ഈ കുട്ടിയുടെ വല്യച്ഛനും വല്യമ്മയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. പത്തനാപുരം സ്വദേശിയാണ് ഈ കുട്ടി. അമൃത വെക്കേഷൻ ഹയർ സ്കൂളിലെ +2 വിദ്യാർത്ഥിയാണ്. അല്പം മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടി കൂടിയാണ്. വീട്ടിൽ സാധാരണ പശുക്കളെയൊക്കെ മേയ്ക്കാനൊക്കെ പോകുന്നത് ഈ കുട്ടി തന്നെയാണ്. ഇന്നലെയാണ് രാവിലെ ഇത്തരത്തിൽ പശുവിനെ മേയ്ക്കാനായി പോവുകയും പിന്നീട് ഉച്ചയോടുകൂടി കാണാതാവുകയും ചെയ്യുമായിരുന്നു. അപ്പം സ്വാഭാവികമായും ഈ വല്യച്ഛനും വല്യമ്മയും ആശുപത്രി പോയിട്ട് തിരിച്ചു വന്നപ്പോൾ ആ സമയം വീട്ടിലില്ലായിരുന്നു. തിരിച്ച് പാടത്ത് പോയി നോക്കുമ്പോൾ ഈ കുട്ടി അവിടെ കാണുന്നില്ല, പശു മാത്രമേ ഉണ്ടായിരുന്നു. പിന്നീട് നടത്തിയ തിരച്ചിലാണ് 3 മണിയോടുകൂടി ഈ കുട്ടിയെ മരിച്ച നിലയിൽ കണ്ടത്. എന്തായാലും തുടർന്ന് തന്നെ പോലീസിനെ വിവരം ഇറക്കി പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് തയ്യാറാക്കിയും ഡോഗ് സ്ക്വാഡും അതുപോലെ തന്നെ ഫോറൻസിക് വിദഗ്ധരും സ്ഥലത്തെത്തി പരിശോധന നടത്തുകയൊക്കെ ചെയ്തു. നിലവിലത്തെ സാഹചര്യത്തിൽ കോന്നി മെഡിക്കൽ കോളേജിലാണ് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനെ മാറ്റിയിട്ടുള്ളത്. പോസ്റ്റ്മോർട്ടം ശേഷം ആയിരിക്കും എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യം കൃത്യമായി അറിയാൻ കഴിയുള്ളൂ. എന്തായാലും അസ്വാഭാവിക മരണത്തിലാണ് കോന്നി പോലീസ് കേസ് എടുത്തിട്ടുള്ളത്. നിലവിലത്തെ സാഹചര്യത്തിൽ സാധാരണഗതിയിൽ ആ പ്രദേശത്ത് മറ്റ് ആളുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നതായോ അയൽവാസികളോ ഒക്കെ കുട്ടിയെ അടുത്തറിയുന്നവരുണ്ട്. സാധാരണഗതിയിൽ എല്ലാ ദിവസവും ഇവിടെ ഈ പാടശേഖരത്ത് പശുവിനെ മേയ്ക്കാനായി കുട്ടി വരാറുണ്ട്. ഇപ്പോൾ അവധി ദിവസമാണ്. അല്പം മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു കുട്ടി കൂടിയാണ്. അതുകൊണ്ട് തന്നെ ആളുകൾക്കെല്ലാം പരിചയമുള്ള കുട്ടിയാണ്. നിലവിലത്തെ ആ പ്രദേശത്ത് സ്ഥിരം ഇത്തരത്തിൽ ഈ കുട്ടികളുടെ സാന്നിധ്യം ഉള്ള ഒരു കുട്ടിയാണ്. അപ്പൊ വിജനമായ ഒരു പ്രദേശം കൂടിയാണ് ആ പാടശേഖരം. എന്തായാലും ഇന്നലെ രാവിലെയാണ് പോയത്. പക്ഷെ ഉച്ചയ്ക്ക് ആയിട്ടും തിരിച്ചു വന്നില്ല. ഈ പെൺകുട്ടിയുടെ വല്യച്ഛനും വല്യമ്മയും ഒക്കെ ആശുപത്രി പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ് വീട്ടിൽ കുട്ടിയെ കാണാതായപ്പം തിരക്കൊക്കെ ചെയ്ത് പിന്നീട് കണ്ടില്ല. പിന്നീട് പോലീസിനെ വിവരം അടിച്ചിട്ട് 3 മണിയോടെ കൂടിയാണ് ഈ കുട്ടി പാടത്ത് മരിച്ചു കിടക്കുന്നത് കണ്ടത്. എന്തായാലും പോലീസ് വിശദമായ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ നടത്തുന്നുണ്ട്. ഇൻക്വസ്റ്റ് നടപടികളൊക്കെ പൂർത്തിയാക്കി കോന്നി മെഡിക്കൽ കോളേജ് മൃതദേഹം മാറ്റിയിട്ട് ഇന്ന് രാവിലെ ആയിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുക. അതിനുശേഷമായിരിക്കും എന്തെങ്കിലും ദുരൂഹത ഇക്കാര്യത്തിൽ ഉണ്ടോ എന്നുള്ള കാര്യം വ്യക്തമാകുകയുള്ളൂ. രഞ്ജിത്തെ. ശരി, ശശിനാരായണൻ വിവരങ്ങൾ പങ്കുവച്ചു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.